നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഏറ്റവും പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഈ ഏപ്രിൽ 2024 ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങളാണ് പറയുന്നത്. ഏത് രീതിയിലാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു വരുന്ന മാസത്തിൽ വരുന്ന ഫലങ്ങൾ എങ്ങനെയാണ് ജാതകനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 2024 ഏപ്രിൽ മാസം കൊല്ലവർഷം 1199, മീനം മുതൽ മേടം വരെ. അപ്പോൾ രാഹുവിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലും, കേതുവിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലുമാണ്. ഇവിടെ ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടി തന്നെ ബുധൻ മേടരാശിയിൽ നിന്നും വക്രഗതിയിൽ സഞ്ചരിച്ച് വീണ്ടും നീചരാശിയായ മീനം രാശിയിൽ എത്തിപ്പെടും. ഏപ്രിൽ ആദ്യവാരം മുതൽ അവസാന വാരം വരെ ബുധന് മൗഢ്യവും ഉള്ളൊരു കാലമാണ്. അതായത് ഈ സമയത്ത് ബുധൻ വക്രമൗഢ്യാവസ്ഥയിൽ ആയിരിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹസഞ്ചാരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഭരണി നക്ഷത്ര ജാതകർക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ അനുകൂല ഭാവത്തിലും പ്രതികൂല ഭാവത്തിലുമൊക്കെ നടക്കുന്നതിനാൽ ആയതിൻ്റെ ഫലങ്ങളും ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിലായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് 2024 ഏപ്രിൽ മാസത്തിൽ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കാം. നല്ല രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കാം. മനസ്സിന് സന്തോഷം തരുന്ന ചില ഓർമ്മകൾ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഓർമ്മകൾ നിലനിൽക്കുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏകാന്തത കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും സംജാതമാകുന്നതോടൊപ്പം തന്നെ ജാതകൻ അറിയാതെ തന്നെ, വ്യക്തി അറിയാതെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ സ്വഭാവത്തിൽ ദേഷ്യഭാവങ്ങളോ പ്രതികാര ചിന്തയോ ഇതൊക്കെ ഉണ്ടാവും. ദേഷ്യഭാവം പ്രകടിപ്പിക്കും, പ്രതികാരമുണ്ടായിരിക്കും മനസ്സിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകൻ അറിയാതെ തന്നെ രൂപപ്പെട്ടു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. ഏതൊരു കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള ഒരു സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സർക്കാർ പരമായ കാര്യങ്ങളിൽ വളരെയധികം കാലതാമസങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. തടസ്സങ്ങൾ കൊണ്ട് ഉള്ള ഒരു കാലമായിരിക്കും. അത് ഒരുപാട് സമയമെടുത്തായിരിക്കും പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ കാലുകൾക്ക് മുറിവുണ്ടാകുവാനോ യാത്രകളിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനോ ശാരീരികമായ രോഗങ്ങൾക്കോ എല്ലാം തന്നെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത്. അതുപോലെ നാട് വിട്ടു പോകുവാനുള്ള, വീട് വിട്ടു പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ ശുഭകരമായ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ജാതകർക്ക് കുറയുന്നതായിട്ട് ജാതകന് തന്നെ തോന്നിയേക്കാവുന്ന ഒരു സാഹചര്യമായിരിക്കും ഇത്. ഈ രീതിയിലൊക്കെ ആയിരുന്നാലും ജാതകർക്ക് എതിരെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ ശത്രുക്കളെ ജയിക്കുവാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ജാതകന് സഹോദരങ്ങളുടെയും ബന്ധുക്കളായ വൃദ്ധജനങ്ങളുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ്. കൂടാതെ ഭൂമിപരമായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക്, കുറച്ച് നാളുകളായിട്ട് ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന അങ്ങനെയുള്ള തർക്കങ്ങൾക്ക് ഈ സമയത്ത് ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിക്കും.
ശരിക്കും പറഞ്ഞാൽ നിലവിൽ പുരോഗതിയൊന്നും ഇല്ലാത്ത ഗൃഹം ആണെങ്കിൽ, പുരോഗതിയൊന്നും ഇല്ലാത്തൊരു ഗൃഹം വിൽക്കുകയും അത് വിറ്റിട്ട് പുതിയതായി പണി നടത്തി വരുന്ന, ഏകദേശം പണികൾ തീർന്നു വരുന്ന മറ്റൊരു പുതിയ ഗൃഹം വാങ്ങുവാനുള്ളൊരു യോഗവും ഈ സമയത്ത് കാണുന്നുണ്ട്. സുതാര്യമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ട്, അതുകൊണ്ട് തന്നെ ജാതകന് മുന്നിലോട്ട് വരുന്ന എതിർപ്പുകളെ നിഷ്പ്രയാസം അതിജീവിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. അർത്ഥശൂന്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും വളരെ ബുദ്ധി എന്ന് പറയുന്നത്. അനൗദ്യോഗികമായി സാമ്പത്തിക വരുമാനം ഉണ്ടാകുമെങ്കിലും മറ്റു വഴികളിലൂടെയൊക്കെ, ഉദ്യോഗപരമല്ലെങ്കിലും മറ്റു വഴികളിലൂടെയൊക്കെ സാമ്പത്തികമായ വരുമാനമൊക്കെ ഉണ്ടെങ്കിലും ചിലവ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ധനവ്യയം നടത്തുമ്പോൾ കൂടുതലായി ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം മനസ്സിൽ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലവ് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം എന്നുള്ളത്. ശരീരത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും ശരിയായ വ്യായാമങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും ഈ സമയം. പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ ഉണ്ടോ എന്ന് അത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെയുള്ളത്, ദീർഘവീക്ഷണമുള്ള പദ്ധതികൾക്കായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളായിരിക്കും ഏറ്റെടുത്ത് നടത്തുന്നത്. പരീക്ഷകളിലും അതുപോലെ ഇൻ്റർവ്യൂകളിലുമൊക്കെ അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും കലാകായിക രംഗങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഏതെങ്കിലും മേഖലകളിൽ ഒന്നിനെക്കുറിച്ചുള്ള ഒരു അവതരണം, ഏതെങ്കിലും മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിരിക്കാം, വ്യാപാര ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതിനെക്കുറിച്ചുള്ളൊരു അവതരണം, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവതരണം, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവതരണം, അപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് അങ്ങനെയുള്ള അവതരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ തൃപ്തികരമായി അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും. പഠനകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. വിജ്ഞാനപ്രദമായ അറിവുകൾ നേടുവാനും അത് മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതൊക്കെ ആയിരിക്കും. ഈ രീതിയിലാണ് ഭരണി നക്ഷത്രത്തിന് വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.